ഇവിടെ DK മുരളി, അത് ഉറപ്പ്. വാമനപുരത്ത് ആരാണ് നിങ്ങളുടെ ചോയ്സ്? വെഞ്ഞാറമൂട് മേഖലയിലെ വോട്ടർമാരുടെ അഭിപ്രായം തേടുകയാണിവിടെ. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കണ്ടുനോക്കാം. വാമനടുത്ത് സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാമനന്റെ മണ്ഡലത്തില് ഇനി DK മുരളി MLA-ക്ക് എതിരായിട്ട് ഒരു ആൾ ജയിച്ചു വരുന്നുള്ള ഒരു സംശയമാണ്. കാരണം അത്രയ്ക്ക് വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്തതായിട്ട് ഉള്ള എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും എല്ലാം ബോധ്യമുള്ള ഇതാണ്. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ 100% ജയിക്കാൻ സാധ്യത. ജയസാധ്യത DK മുരളി മൂന്നാം തവണ. ഒരു ഭരണമാറ്റം ഇപ്പോഴത്തെ ഇപ്പം പുതിയ വോട്ടർമാരും എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരു ഭാവനാവൃത്തി പുതിയ അടുത്തൊരു MLA ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് എന്റെ ഒരു ഇത് ഭാവനാവൃത്തി UDF-നാണ് സാധ്യത. ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇത് വെച്ച് നോക്കുമ്പോൾ വെഞ്ഞാറമൂട് സംബന്ധിച്ചിടത്തോളം DK മുരളിക്കാണ് ചാൻസ് കൂടുതൽ തോന്നുന്നത്. പക്ഷെ മറ്റൊരു രണ്ടുപേരും ഇവരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവരിവിടെ വന്നതിന് ശേഷം ഇതിന്റെ കൃത്യമായിട്ടുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഇവിടുത്തെ മേൽപ്പാലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹമായിരിക്കും വരാൻ ചാൻസ്. പിന്നെ മറ്റുള്ളവരും കൂടെ വന്നതിന് ശേഷം കൃത്യമായുള്ളത് അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരെയാണ് നിർത്തുന്നതെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. DK മുരളിയായിരിക്കും. പ്രവർത്തനവും അയാൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് DK മുരളി തന്നെയാണ് ജയിക്കും. DK മുരളി തന്നെ MLA ആയിരിക്കും. പിണറായി സർക്കാരായിരിക്കും. ഉറപ്പ് തന്നെ. ഈ മണ്ഡലത്തില് നമ്മളെ DK മുരളി MLA സാർ തന്നെയാണ് വിജയ സാധ്യത. അതിനുള്ള ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വികസനം വേറെ ഒരു മണ്ഡലത്തിലും ഇല്ല എന്നുള്ള രീതിയിലാണ്. സാധ്യത രണ്ട് വ്യക്തിക്കാർക്കും സാധ്യതയുണ്ട്. മുരളി സാറിന് കഴിഞ്ഞതിനുള്ള ഒരു സാധ്യത ഇപ്പം ഇല്ല. പിന്നെ ജയസാധ്യത എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും പാലരോടാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇവിടെ നല്ലൊരു ഫൈറ്റ് മത്സരമാണ്. അതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ മത്സരം ഈസി ആയിട്ട് മുരളി സാറിന് ഇപ്പോൾ ജയിക്കാക്കില്ല എന്ന് പറയാനുള്ള കാര്യം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വെച്ച് മുരളി സാറിന് ജയിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കയറി ജയിക്കാനില്ല. പിന്നെ പറയാനൊക്കെ ഇല്ല, രാഷ്ട്രീയമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവനാര മണ്ഡലം സംബന്ധിച്ചിടത്തോളം ഇതുവരെ നല്ല സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ടായിട്ടില്ല. നമുക്ക് പെട്ടെന്ന് കയറി ഒന്ന് പ്രവചിക്കാൻ പറ്റുന്ന ഒരു മത്സരം അല്ല ഇപ്പം. DK മുരളി സാറാണ് മത്സരിക്കുന്നത്. വിജയസാധ്യതയും മുരളി സാറിന് തന്നെയാണ്. നല്ല പ്രവർത്തനങ്ങളാണ് പുള്ളി കാഴ്ചവെച്ചേക്കുന്നത്. വികസനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിണറായി സർക്കാർ വന്ന പെൻഷൻ കൊടുക്കും. ബാക്കിയുള്ളതെല്ലാം വലിയ രീതിയിലാവും. നല്ല ബെനിഫിറ്റ് ആകും. പാലരോടാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇവിടെ നല്ലൊരു ഫൈറ്റ് മത്സരമാണ്.